സ്വർണ്ണ കൊയ്ത്തുത്സവം 2024 പ്രമാണിച്ച് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ. 1-ാം സമ്മാനം 2 പവൻ സ്വർണം, 2-ാം സമ്മാനം 1 പവൻ സ്വർണം, 3-ാം സമ്മാനം 1/2 പവൻ സ്വർണം. പാക്കിറത്ത് ജ്വല്ലേഴ്സ്, പൂക്കോട്ടുംപാടം. ആർപ്പോ അമരമ്പലം 2-ാം സീസൺ നടത്താൻ പോകുന്നതിന് മുൻപ് മുടങ്ങിപ്പോയ 412 കുടുംബങ്ങളുടെ പെൻഷൻ കൊടുക്കാൻ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. വാർത്താ സമ്മേളനത്തിലാണ് യൂത്ത് ലീഗ് ആവശ്യമുന്നയിച്ചത്. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ 412 കുടുംബങ്ങളുടെ ക്ഷേമ പെൻഷൻ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടിട്ട് 4 മാസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് ലീഗ്. അമരമ്പലം പഞ്ചായത്തിൽ വിധവകളും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരടക്കമുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ സാഹചര്യം മനസ്സിലാക്കാതെയാണ് അമരമ്പലത്തിന്റെ ആഘോഷരാവുകൾ എന്ന പേരിൽ ആർപ്പോ അമരമ്പലം സീസൺ 2 നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറെടുക്കുന്നത്. ആർപ്പോ അമരമ്പലം സീസൺ 1 കഴിഞ്ഞ വർഷം നടത്തുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് പഞ്ചായത്ത് ഭരണസമിതി ചിലവഴിച്ചിട്ടുള്ളത്. അതുപോലെ ഈ വർഷവും ഒട്ടനവധി പ്രശസ്ത സിനി ആർട്ടിസ്റ്റുകളുടെയും പ്രമുഖ വ്യക്തികളെയും അണിനിരത്തിയാണ് കലാപരിപാടികൾ നടത്തുന്നത്. ഇതിനെല്ലാം ലക്ഷങ്ങൾ ചിലവഴിക്കാനും പണവും സമയവും മാറ്റിവെക്കാനുണ്ടെങ്കിലും സാധാരണക്കാരുടെ പെൻഷൻ നൽകാനോ പെൻഷൻ മുടങ്ങിയത് പുനഃസ്ഥാപിക്കാനോ ഭരണസമിതിക്ക് കഴിയുന്നില്ലെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു. ഇത്തരം നിരുത്തരവാദിത്ത സമീപനമായിട്ടാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ ശക്തമായ യുവജന സമരത്തെ നേരിടേണ്ടി വരുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടുത്തെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെ കാണാനുണ്ടായ സാഹചര്യം, നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 4 മാസത്തോളമായി 412-ലധികം കുടുംബങ്ങൾക്കാണ് പെൻഷൻ മുടങ്ങിയ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അതിപ്പോൾ അറിഞ്ഞിട്ട് ഏകദേശം 4 മാസം കഴിയുകയാണ്. ആ 4 മാസമായിട്ട് പോലും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോ ഉത്തരവാദിത്തപ്പെട്ട MLA-യോ അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന സർക്കാരോ ഈ ഒരു വിഷയത്തിൽ അവർക്ക് അനുകൂലമായ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ട അവർക്കൊരു ആശ്വാസവാക്ക് പോലും പറയാൻ കഴിയാത്ത രീതിയിലാണ് അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റ് അടക്കമുള്ളവർ മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അമരമ്പലത്തിന്റെ ആഘോഷരാവുകൾ എന്ന പേരിൽ ആർപ്പോ അമരമ്പലം സീസൺ 2 നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിരിക്കുകയാണ്. ഈ നാട്ടിലെ യുവാക്കളുടെയും മറ്റു ഭിന്നശേഷിക്കാരുടെയൊക്കെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരിക്കലും മുസ്ലിം യൂത്ത് ലീഗ് എതിരല്ല. എന്നാൽ 400-ലധികം കുടുംബങ്ങൾക്ക്, അതും വൃദ്ധരായ പാവപ്പെട്ടവർ അതുപോലെ തന്നെ വിധവകളായ കുടുംബിനികളുള്ള കുടുംബങ്ങളുടെയൊക്കെ 400-ലധികം കുടുംബങ്ങളുടെ പെൻഷൻ മുടങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ആഘോഷരാവ് നടത്താൻ എങ്ങനെയാണ് അമരമ്പലം പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് കഴിയുക? ഇത്രത്തോളം കണ്ണിൽ ചോരയില്ലാത്തവരായി മാറിയോ അമരമ്പലത്തെ ഭരണസമിതി എന്നാണ് യൂത്ത് ലീഗ് ഈ ഒരു സമയത്ത് ചോദിക്കുന്നത്. PV അൻവർ MLA അടക്കമുള്ള, അതുപോലെ തന്നെ പ്രശസ്ത ഗായിക നഞ്ചിയമ്മ, അതുപോലെ തന്നെ സിനി ആർട്ടിസ്റ്റ് കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന തരത്തിലാണ് ഫെബ്രുവരി 10, 11, 12, 13 തീയതികളിലാണ് ഈ ഒരു ആർപ്പോ അമരമ്പലം സീസൺ 2 നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഞങ്ങൾ ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. മാത്രവുമല്ല, 13-ാം തീയതി നടക്കുന്ന ഘോഷയാത്രയിലും പൊതു സമാപന സമ്മേളനത്തിലേക്കും യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഉണ്ടാവുമെന്നും ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയെയും അറിയിക്കുകയാണ്. ഈ ഒരു പാവപ്പെട്ട കുടുംബങ്ങളുടെ പെൻഷൻ മുടങ്ങിയത് തീരുമാനം ആകുന്നതുവരെ പ്രതിഷേധത്തിൽ ഉണ്ടാവുമെന്ന് യൂത്ത് ലീഗ് അസന്നിഗ്ധമായി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. മാത്രവുമല്ല, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തിലും ഒരുമിച്ചും ഒക്കെ ഇതുവരെയുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുള്ളതാണ്. എന്നിട്ടും 5-6 പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഭരണസമിതി തയ്യാറാകാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർപ്പോ അമരമ്പലം സീസൺ 2 നടത്തുന്നതിന് ഒരിക്കലും മുസ്ലിം യൂത്ത് ലീഗ് എതിരല്ല. പക്ഷേ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി ഈ കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാതെ ഇത്തരത്തിൽ ആഘോഷവുമായി മുന്നോട്ട് പോകുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെയുള്ള യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ്. തീർച്ചയായും ആ ഒരു വേദിയിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് M ബിഷർ, ഫവാസ് ചുള്ളിയോട്, സഫ്വാൻ ഇലിക്കൽ, സഫീദ് തട്ടിയേക്കൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. Teddy Baby Diaper and Pants, #1 Indian baby diaper brand.